ദൈവപിതാവേ മഹത്വം. എൻ്റെ മക്കൾ നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ് ഈശോ പറഞ്ഞത്? ബാക്കിയെല്ലാം ചേർത്ത് ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പോൾ നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാല മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം യേശുവേ നന്ദി ഹല്ലേലൂയ ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന. ഒരുമിച്ച് പാടുക. തിരുഹൃദയത്തിൽ എന്നെ തേടമേ, തിരുമുറിവുകളിൽ എന്നെ മറക്കണമേ. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമി കിട്ടിയിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം യേശുവേ നന്ദി ദൈവപിതാവേ മഹത്വം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിലേ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ്. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചിലവായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസം തപ്പിത്തടച്ചിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ, സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ കാണുന്നില്ല, പക്ഷെ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം.
ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം. ഈ സകല വാഗ്ദാനവും നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവമഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആമേൻ പറയണം. ഇപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാറിക്കൂവി ആമേൻ എന്ന് പറയണവരല്ല. അപ്പം ആമേനിന് ശബ്ദമില്ലെന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുമനസ്സ് എന്നിൽ നിറവേറട്ടെ, ഫിയാത്ത്. നിശബ്ദ അമ്മ അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇനി തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഞാൻ സഹനദാസിയായി. അല്ലേ? പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സഹനദാസൻ. എന്നിൻ്റെ സ്വഭാവം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ? നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്. ദൈവഹിത പ്രകാരമുള്ളൊരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ വരണം നിശബ്ദമായ ആമേനാ പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവിൽ കൈയടിച്ച് ശ്രുതികട. എല്ലാ ചോദ്യങ്ങളുടെയും മുമ്പിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ പേര് എലിസബത്ത് സാബിയോ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്.
എൻ്റെ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം സഫലമായത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇതെൻ്റെ മകളാണ് സിയ സാവിയോ. മോള് 3.5 വർഷമായി ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പഠിച്ച് ഒരു 2 വർഷം ആയപ്പം മുതൽ എല്ലാവരും ചോദിച്ചു തുടങ്ങി, മോൾ പോകാറായില്ലേ. ആ ചോദ്യം കേട്ട് മടുത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥ വരെയായി. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉൾപ്പെടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ഏറെക്കുറെ 1 വർഷത്തിന് ശേഷം അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി, ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി. അതിലവൾ പാസ്സായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടുതലായി. പിന്നീട് അതിനെക്കുറിച്ച് ഒരു അറിയിപ്പുമില്ല. അതങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒത്തിരി വിഷമിച്ചു. കാരണം ആൾക്കാരെല്ലാം പുറത്തുനിന്ന് ചോദ്യം തുടങ്ങി, ഈ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിച്ചുകൂടായിരുന്നോ, ഇപ്പോൾ പഠിച്ച് പാസ്സാവില്ലായിരുന്നോ, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നേരിട്ട് ഞങ്ങൾ ഉത്തരം പറഞ്ഞ് മടുത്ത അവസ്ഥയിലായി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാക്കിൽ അങ്ങ് വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കൊടുത്ത ഏജൻറ്റ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് നോക്കിയാൽ നടക്കൂല, നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്കെൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ പ്രാർത്ഥനയല്ല, ദൈവത്തിൻ്റെ പദ്ധതി എന്തോ നടപ്പാകാൻ പോകുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരി ജർമ്മനിയിലുണ്ട്, പ്രിയ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സിയ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യവും ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് അവിടെ അപേക്ഷ വെച്ചു. കോൺട്രാക്റ്റ് അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവർ പോസ്റ്റിലിട്ടതിന് ശേഷം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പോസ്റ്റിൽ വരുമെന്നുള്ള വിശ്വാസത്താൽ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. നവംബർ 24-ാം തീയതി. നവംബർ 24-ാം തീയതി രാവിലെ മെയിൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 2:30-ക്കാണ് വിസയ്ക്ക് നമുക്ക് സമയം തന്നേക്കുന്നത്. പക്ഷേ അന്നും വന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇന്ന് പോകണം, നമുക്ക് ഡേറ്റ് അങ്ങ് നീട്ടിയെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് നോക്കാം, അവിടെ ചെന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാം. അപ്പം മോളുടെ കയ്യിൽ ഞാൻ നെറ്റിയിൽ തൈലം കുരിശ് വരച്ചു. അവൾ കൊണ്ടുപോകുന്ന ഫയലിലും ഞാൻ തൈലം പുരട്ടി. കാശ് രൂപം ഞാൻ അവളുടെ പേഴ്സിലിട്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കാശ് രൂപം വല്ലയിടത്തും പോവുമോ, കാണാതെ പോയെങ്കിലോ? ഞാൻ പറഞ്ഞു, ഇല്ല, എങ്ങും പോവില്ല, അത് അതിനകത്ത് കടന്നോട്ടെ. ഞാൻ ഇവൾക്ക് എന്താവശ്യം വന്നാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഒരു പേപ്പർ കുറവുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഏത് പേപ്പറാണ് കുറവുള്ളത്? അവൾ പറഞ്ഞു, കോൺട്രാക്റ്റ് ഇല്ലാതെയാണോ വിസയ്ക്ക് വന്നതെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവൾ പറഞ്ഞു, അവർ പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ, അവർ കിട്ടുമ്പോൾ ഞാൻ അതുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റില്ല, കോൺട്രാക്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൊട്ടടുത്ത വാചകം അവർ പറഞ്ഞു, അവരോട് മെയിലിട്ട് തരാമോ എന്ന് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വയ്ക്കാം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. മോളവിടെ മെയിലിട്ടു. അവർക്ക് വേണ്ടി മെയിലിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ഇവളുടെ കൂട്ടുകാരി പ്രിയേനെ തന്നെ, ആ കുട്ടി ക്ലാസ്സിലായിരുന്നു, ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി പുറത്തിറങ്ങി വന്ന് ഇവരെ വിളിച്ച് മെയിലിട്ട് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ കൂടെ അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വെച്ചു. 20 വർക്കിംഗ് ഡേയ്സാണ് അവർ പറഞ്ഞത് പാസ്പോർട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാറായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ മോളെന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോകും, എൻ്റെ ഒരു കൂട്ടുകാരി പോകുന്നുണ്ട്, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നവംബർ 24-ാം തീയതി വിസയ്ക്ക് വെച്ചു. ഡിസംബർ 15-ാം തീയതി മോള് ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ വിസ വരും, അന്നേരം ഞാൻ സാക്ഷ്യം പറയുകയും ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നേ ഉള്ളൂ, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വന്ന് 15-ാം തീയതി ഉടമ്പടി പുതുക്കി 1:30 ആയപ്പം ഇവൾ പുറത്തേക്ക് ഇറങ്ങി ഫോൺ ഓണാക്കിയപ്പം ആദ്യത്തെ ബെല്ല് വന്നു, പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വന്ന്
ഇവള് വേഗം അവിടെ ചെന്ന് കൂട്ടുകാരിയും കൂടെ പോയി മേടിച്ച് ചെന്ന് നോക്കിയപ്പോൾ വിസ അടിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ആകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വിസയായിരുന്നു. കാരണം മെയിലിൽ ജർമ്മൻ ഭാഷയിൽ വന്ന ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ചെയ്യണമായിരുന്നു. ഇവർക്ക് 2:30 സമയം കൊടുത്തത് കൊണ്ട് ഇവളുടേതും കൂടെ മേടിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അത് കാരണം ഇവൾക്ക് തോന്നിയ അവളുടെ ബുദ്ധിയിൽ തോന്നിയതുപോലെയാണ് ഫോം ഫില്ല് ചെയ്ത് വിസയ്ക്ക് വച്ചത്. അപ്പോൾ അവൾ എന്നോട് കൂടെ പറയും, റിജക്ഷൻ ഒരുപാട് സാധ്യതയുണ്ട്, കിട്ടുമല്ലോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്കല്ലെങ്കിൽ വേറൊരു പദ്ധതി ദൈവം കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മോക്ക് വിസ വന്നു. ടിക്കറ്റ് എടുത്തു. 23-ാം തീയതി അവൾ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കാണ്. ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ടിക്കറ്റ് എടുക്കുന്ന ദിവസം മോൾക്ക് അവിടെ ചെല്ലുമ്പം ഒന്ന് സഹായിക്കാനോ കൂടെ വിളിക്കാനോ ഒരാളെ കിട്ടാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ 15-ാം തീയതി കിട്ടിയിട്ടും 16, 17, 18 ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ കൊണ്ട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് വചനം പ്രസംഗം കേട്ട സമയത്ത് അതിനകത്ത് പറഞ്ഞു, നിങ്ങൾ ഏത് വിഷയത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നോ അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുന്നുമായിട്ട് നിങ്ങൾക്കത് പരിഹരിച്ച് കിട്ടുമെന്നൊരു വചനം അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഉച്ചയായപ്പോഴേക്കും മോളുടെ ഒരു കൂട്ടുകാരിയും വന്ന് അവളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോളാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കോടാനുകോടി അനുഗ്രഹം ചെയ്ത മാതാവിനും ദൈവത്തിനും മഹത്വവും നന്ദിയും അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായി എങ്ങും അന്വേഷിച്ച് പോകാതെ തന്നെ എൻ്റെ മുന്നിൽ ആവശ്യമുള്ളവർ എത്തിപ്പെടാറുണ്ട്. സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന്, എനിക്കൊരു പരിചയമില്ലാത്ത പലരും എൻ്റെ മുന്നിൽ വന്ന് സഹായം മറ്റുള്ളവരോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ ഒരുപാട് സമയം വായിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉടമ്പടി ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ആത്മീയമായിട്ട്, അതായത് പള്ളിയിലും പോകാനും, മോൾക്ക് പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ പള്ളിയിൽ പോകാനും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുമെന്നും പറഞ്ഞ് പള്ളിയിൽ പോലും പോകാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ പള്ളിയിൽ പോയി അവൾ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും വേദപാഠം പഠിപ്പിക്കാൻ പോവുകയും അങ്ങനെ ഒരുപാട് ഉയർച്ചകൾ ദൈവം വാരിക്കോരി ഞങ്ങൾക്ക് തന്നു. കോടാനുകോടി അനുഗ്രഹം തന്ന ദൈവത്തിന് മഹത്വവും നന്ദിയും ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. ആൾത്താരയിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും അമ്മയോടും യേശുവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് സനീഷ്. ഞങ്ങൾ വരുന്നത് നീർപ്പാറയിൽ നിന്നാണ്. ഇവിടെ ആദ്യം വരുന്നത് വൈഫിൻ്റെ അമ്മയും കൂടെയാണ്. ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു UK. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഒഴികെ ബാക്കി എല്ലാ പേപ്പറും കഴിഞ്ഞായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളൊക്കെ കയറിപ്പോയി. അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പേപ്പർ ഡിലേ ആയതുകൊണ്ട് വൈഫിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ പോയവർക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പെട്ടുപോയി. അതൊരു ചീറ്റിംഗ് ആയിരുന്നു. അതാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റി. അവർക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. അമ്മ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം കയറി പോകാൻ പറ്റണേ എന്ന്. അപ്പോൾ പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ജോലി കുറച്ച് നാളത്തേക്കില്ലായിരുന്നു. ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഒമാനിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് വൈഫിൻ്റെ അമ്മയും ഒന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ നിർദ്ദേശപ്രകാരം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ആദ്യം അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫും അമ്മയും പോകാൻ നേരത്തെ ഞാൻ തടയൊന്നുമില്ല, മീൻസ് പോകണ്ട അല്ലെങ്കിൽ അതിൽ വിശ്വാസം ഇല്ലയെന്നും പറഞ്ഞ്. പക്ഷേ അത് അമ്മയും വൈഫും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരോട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിസിറ്റിങ്ങിന് യു എയിലേക്ക് പോയി.
അവിടെ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി ശരിയായി, 1 മാസത്തിനുള്ളിൽ തന്നെ ജോലി ശരിയായി. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാശ് രൂപമൊക്കെ കിട്ടിയായിരുന്നു. കാശ് രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂവിനും ഒക്കെ പോയി അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോലി റെഡിയാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മെഡിക്കൽ പാസ്സായി, ആദ്യത്തെ മെഡിക്കൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഓഫ് ഷോറിൽ ജോലി കിട്ടിയായിരുന്നു. ആ കമ്പനിയിൽ തന്നെ ഓഫ് ഷോറിൽ വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് ഷോറിലേക്ക് പോകാനായിട്ട് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ബ്ലഡിൽ അതായത് ക്രിയാറ്റിൻ കൂടുതലാണെന്നും പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്തു ഓഫ് ഷോറിലേക്ക് പോയപ്പോഴത്തേക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് വേറെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും സ്കാനിങ്ങും ബ്ലഡൊക്കെ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിയിട്ട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഓഫ് ഷോറിലാണെങ്കിലും ഓൺ ഷോറിലാണെങ്കിലും നമ്മൾ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ വൈഫിൻ്റെ അമ്മയാണെങ്കിലും പേടിക്കണ്ട, ഒരു കുഴപ്പം വരില്ല, അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അവർ തർപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിലും വൈഫ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഫോട്ടോയും അതിൻ്റെ റിപ്പോർട്ടും ആയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിരുന്നു. കാശ് രൂപവും കിട്ടി, അതുപോലെ തന്നെ അനുഗ്രഹവും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അവർ തീർച്ചയായിട്ടും വൈഫ് ഇവിടുന്ന് നല്ല ഇതായിട്ടാണ് പറഞ്ഞത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാം മാറ്റിത്തരും, അമ്മ മാതാവ് എല്ലാം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേട്ട് പറഞ്ഞു, നിങ്ങൾ 1 മാസം റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഈ പറയുന്ന മറ്റേ ഡോക്ടർ പറഞ്ഞ അത്ര വിഷയങ്ങളൊന്നുമില്ല, അതിനാൽ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്കും എനിക്ക് ക്രിയാറ്റിൻ നോർമൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഡയാലിസിസ് പേഷ്യൻ്റാണെന്നാണ് തോന്നിയത്. അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടല്ലേ. നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും 3 കുട്ടികൾ, വൈഫ്, അമ്മ, ഇത്രയും പേര് 6 പേര് നമുക്കുള്ളത്. അപ്പോൾ നമുക്കതൊന്നും പെട്ടെന്ന് സാധാരണക്കാർക്കായി ആർക്കും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടത്. അപ്പോൾ പിന്നെ 2ാമത് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് 3ാമത് സ്കാൻ ചെയ്തു. ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നോർമലായി, എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ ഈ 1 മാസമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മൾ 2 നേരം പ്രാർത്ഥിക്കുകയും അമ്മയാണെങ്കിൽ, വൈഫിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും അയച്ചു തരും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരിതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനാൽ അമ്മ മാതാവ് നല്ല രീതിയിലുള്ള വഴിയാണ് നമുക്ക് എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളൂ, അമ്മയുടെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട്. അതുപോലെ തന്നെ വൈഫിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പൈസ പോകാതെ എല്ലാം തിരിച്ചു കിട്ടി. പിന്നെ ബാക്കിയുള്ളത് വൈഫ് പറയും. കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ക്യാൻസർ രോഗികൾക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പണം കൊടുക്കുകയും പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയും ഡെയിലി എല്ലാ ദിവസവും 2 നേരവും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രെയർ കേൾക്കുകയും ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതമായിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. പറ്റുമ്പോൾ ഒക്കെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറയാറുണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഈശോയും മാതാവിനെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡിയാക്കി തരും. നമ്മൾ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് മറ്റുള്ള ആൾക്കാർക്ക്, അവർക്ക് നമ്മളെക്കാളും അതായത് പാടില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു കാരുണ്യ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവും. മാതാവ് മുന്നിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു ആൽരൂപമായിട്ട് വന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലായിട്ട് വന്ന് നമ്മളെ സഹായിക്കും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞില്ലേ, വൈഫൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ അവരെ ചില സമയത്ത് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, എന്തിനാ പോണേന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത് വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കും മാതാവിൻ്റെ
അനുഗ്രഹവും മാതാവിൻ്റെ സ്നേഹവും നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മളെല്ലാവരും ആ മാതാവിനോട് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും.